നമസ്കാരം. സീറ്റ് കിട്ടിയില്ലെന്ന് കരുതി കാലു വാരുന്നവരല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മുന്നണിയിലെ പ്രവർത്തകർ. അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം ഡിവിഷൻ. നേരത്തെ കേരള കോൺഗ്രസിന് വേണ്ടി ഈ സീറ്റ് പരിഗണിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുഖമായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്ന AH ഹഫീസ് എന്ന വ്യക്തിയെ ഈ സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നു എന്നതിന്റെ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് ആ സീറ്റുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു ഉറച്ച ഡിവിഷനാണ്, ആ ഡിവിഷൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിച്ച് മറ്റൊരു ഡിവിഷൻ കേരള കോൺഗ്രസിന് കൈമാറുകയാണ് ചെയ്തത് എന്ന് കരുതിക്കൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ UDF ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു നോക്കൂ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അവർ ചോദിച്ച സീറ്റ് കൊടുത്തിട്ടില്ല. പലയിടങ്ങളിലും ഇപ്പോൾ റിബലാണ്. ഈ കണിയാപുരം ഡിവിഷന്റെ തൊട്ടടുത്തുള്ള സൈനിക് സ്കൂൾ വാർഡിൽ കോൺഗ്രസിന് റിബലായിട്ട് മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ ഓട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. എന്നാൽ നേരെ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇങ്ങനെ കണിയാപുരം ഡിവിഷനിൽ AH ഹഫീസിന് സീറ്റ് കൊടുത്തില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം റിബലാകാനോ കാലു വാരാനോ തയ്യാറായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അതേ ഡിവിഷനിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള റാഫിക്ക് വേണ്ടി വോട്ട് തേടാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഡിവിഷന്റെ പല പ്രദേശങ്ങളിലെത്തി. അതിനെ സംബന്ധിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. നാട്ടുകാർ അത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം വ്യക്തി എന്നുള്ള നിലയ്ക്കും ഇടത് ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം കുറിച്ചിരിക്കുന്ന ആ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഒരു ആത്മവിശ്വാസമാണ്, ഒരു ആത്മാഭിമാനമാണെന്ന് പറയേണ്ടി വരികയാണ്. റാഫിയോടൊപ്പമുള്ള, അതായത് കണിയാപുരം ഡിവിഷനിലെ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള റാഫിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ബന്ധുവാണെന്നുള്ള ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ഹഫീസ് ഇട്ടയ്ക്കുന്ന പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കണിയാപുരം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് അഡ്വക്കേറ്റ് M റാഫി. കേരള കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ LDF-നോട് ആവശ്യപ്പെട്ട ഒരു സീറ്റാണിത്. ലഭിച്ചിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നയാൾ ഞാനുമാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ സാധ്യതാ വോട്ടുകൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഇല്ലാതാക്കാൻ ചില ഇടതുപക്ഷ വിരുദ്ധർ ജനവിരുദ്ധ ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തുകയാണ്. അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുതിർന്ന നേതാക്കളടക്കം തീരദേശ മേഖലകൾ ഉൾപ്പെടെ പ്രവർത്തനത്തിൽ സജീവമാണ്. റാഫി വ്യക്തിപരമായ ഒരു ബന്ധു കൂടിയാണ്. എൻ്റെ ഭാര്യ മാതാവിൻ്റെ പിതൃ സഹോദരന്റെ മകനാണ്. അതായത് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ ഫസ്റ്റ് കസിൻ. 20 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ സമയത്ത് ഞാൻ സേവ് ചെയ്ത നമ്പറുണ്ട് റാഫിയുടേത്. അത് ഞാൻ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ എന്ത് കാര്യങ്ങൾക്കും വേണ്ടിയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്പറാണ്. റാഫി അഭിഭാഷകനാണ്. പക്ഷേ കേസുകൾ കൂടുതലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് വാദിക്കുന്നത് കൊണ്ട് കോടതിയിൽ പോകാൻ സമയം കിട്ടുന്നില്ല. ഞങ്ങളുടെ വിവാഹ സമയം തന്നെ അദ്ദേഹം പഞ്ചായത്ത് അംഗമാണ്. 2 തവണ അഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ വർക്കല MLA-യും CPI-യും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് ജോയ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഒപ്പം പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച ആളാണ്. ജനപക്ഷത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സജീവ പൊതുപ്രവർത്തകൻ. നാട്ടുകാരുടെ വിഷയവുമായി റാഫിയെ പഞ്ചായത്ത് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ജില്ലാ കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും ജില്ലയിലെ വിവിധ ആശുപത്രികളിലുമൊക്കെ സജീവമായി കാണാൻ കഴിയും. SFI-യിലൂടെ കടന്നു വന്ന് DYFI-യിലൂടെ വളർന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി മാറിയ സഖാവ് റാഫി കൂടുതൽ കരുത്തോടെ ഈ ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചു വരേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടെ ഫിസിക്കലായി മാത്രമാണ് ഞങ്ങളുടെ വീക്ഷണത്തിൽ റാഫി മത്സരിക്കുന്നത്. റാഫിയല്ല, നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും നമ്മുടെ ഓരോരുത്തരുടെ വീഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ. NB പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റൊരു റാഫിയെ കൂടി അവിടെ UDF അപരനായി നിർത്തിയിട്ടുണ്ട്. അയാളുടെ ചിഹ്നം വാളും പരിചയമാണ്. CPM-ന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോട് സാമ്യമുള്ള അടയാളം തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത്. അക്കാര്യം ശ്രദ്ധിക്കണം. ഇതാണ് AH ഹഫീസിന്റെ പോസ്റ്റ്. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരേ പാളയത്തിൽ നിൽക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് സ്വന്തമായി ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് അവിടെ റിബലാവുക, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം സബലീകരിക്കാത്തതിന്റെ പേരിൽ അവിടെ ഇടതുപക്ഷം തോക്കുക എന്നുള്ളതല്ല ഹഫീസിന്റെ നിലപാട്. ആരാണോ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് അയാൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക, അതല്ലേ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഒരാൾക്കേ മത്സരിക്കാൻ കഴിയുള്ളൂ. അത് തനിക്ക് കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് അവിടെ പോയി റിബലായി അയാളെയും തോൽപ്പിച്ച് ഞാനും മരിക്കുക എന്നതിനപ്പുറം അതല്ല രാഷ്ട്രീയത്തിൽ നിലനിൽക്കേണ്ട ആശയത്തിന് വേണ്ടി ഉറച്ച ശബ്ദത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്
ഹഫീസ് കാട്ടിയിരിക്കുന്ന രാഷ്ട്രീയ മാന്യത അത് UDF-ൽ ഉള്ളവരും ഒപ്പം തന്നെ അധികാരമോഹികളായിട്ടുള്ളവർ കൂടി കണ്ടു പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.